ഡിയർ ഫ്രണ്ട്സ്, പെറ്റ്ലാൻഡ് ലീഫിലേക്ക് സ്വാഗതം. ഇന്നൊരു പഴച്ചെടിയായിട്ടാണ്, ഒരു വെസ്റ്റ് ആഫ്രിക്കൻ സുന്ദരിയായിട്ടാണ്. ഞാൻ നോക്കിക്കേ, എൻ്റെ മിറാക്കിൾ ഫ്രൂട്ട് നിറച്ച് ചുമന്ന തുടുത്ത കായ്കളും ഒക്കെ ആയിട്ട് ഇതാ നിറയെ ഉണ്ട്. കണ്ടോ, ഇഷ്ടം പോലെ. ഇതിനകത്ത് കായ്കൾ ഇഷ്ടം പോലെ എല്ലാ സ്ഥലത്തും നിറഞ്ഞ് കായ്ച്ചു നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രൂട്ട് ഒന്ന് കഴിച്ചു നോക്കാം. ഏറ്റവും നല്ലതുപോലെ പഴുത്ത ഒരെണ്ണം ഞാൻ എടുക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഫ്രൂട്ട്. കണ്ട, ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞൻ പഴമാണ്. അപ്പം അത് നമ്മൾ അതിൻ്റെ പുറന്തോട് ഇളക്കി കഴിഞ്ഞാൽ വളരെ കുറച്ച് ജ്യൂസി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് പൾപ്പാണ് അതിനകത്തുള്ളത്. ഒരുപാടൊന്നുമില്ല, കുറച്ച് പൾപ്പാണ്. അത് നമ്മൾ നേരിട്ട് കഴിക്കുമ്പോൾ നമുക്ക് വലിയ ഒരു രുചിയൊന്നും തോന്നില്ല. ചെറിയ ഒരു ടേസ്റ്റ് അതിനുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഫ്രൂട്ടിനും അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഇനി ഇതിൻ്റെ പ്രത്യേകതയാണ് അതിനകത്ത് പറയാനുള്ളത്. ഇത് കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ പുളിരസമുള്ള എന്ത് നമ്മൾ കഴിച്ചാൽ, ഈ ലിമ്മൻ പുളി ആയിരുന്നാലും എന്തിന് പോട്ടെ, നമ്മുടെ വീടിനകത്തുള്ള വാളംപുളി ഇല്ലേ, സാമ്പാർ പുളി, അതുപോലും നമ്മൾ വായിൽ വെച്ച് കഴിഞ്ഞാൽ മധുരമുള്ള ഒരു മുട്ടായി കഴിക്കുന്ന അനുഭവമാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കയ്പുള്ള പച്ചക്കറികളൊക്കെ കഴിച്ചാൽ അതിൻ്റെ കയ്പൊക്കെ ഒരുപാട് കുറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഈ ഒരു പ്രത്യേകത ഇതിന് കൊടുക്കുന്നത്, ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഒരു ഗ്ലൈക്കോപ്രോട്ടീൻ, മിറാക്കുലിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. അത് നമ്മുടെ സ്വാദുമുകുളങ്ങളിൽ പറ്റിപ്പിടിച്ച് താൽക്കാലികമായിട്ട് ഇങ്ങനെ ഒരു ചേഞ്ച്, സ്വാദിലുള്ള ഒരു ചേഞ്ച് വരുത്തുകയാണ് ചെയ്യുന്നത്. ആ ഒരു എഫക്റ്റ്, ഇത് കഴിച്ചു കഴിയുമ്പോൾ ഉള്ള ഒരു എഫക്റ്റ് സാധാരണ 2 മണിക്കൂർ വരെയാണ് നിൽക്കാറുള്ളത്. അത് ഓരോരുത്തരുടെയും കഴിക്കുന്ന ആളിൻ്റെ പ്രത്യേകതയും ഈ ഫ്രൂട്ടിൻ്റെ റൈപ്പൻ അത് എന്തുമാത്രം പാകമായി എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇത് നമ്മളിങ്ങനെ കഴിച്ച് പോകുന്നതല്ലാതെ ഇതിൻ്റെ ഈ സവിശേഷത എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ആരോഗ്യരംഗത്ത് കൊണ്ടുവന്നുകൂടാ? നമ്മുടെ കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന പേഷ്യൻസിന്, രുചിക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുന്ന സമയത്ത് എന്തുകൊണ്ട് ഇതിൻ്റെ പ്രയോജനം നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൂടാ? അതുപോലെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജന്റ് ആയിട്ട് നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിന് എന്തുകൊണ്ട് നമുക്കിത് ഉപയോഗപ്പെടുത്തിക്കൂടാ? അതാ നോക്കി, നമ്മളൊന്ന് നട്ടു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അതിനകത്തുനിന്ന് നമുക്ക് കിട്ടും. പക്ഷേ ഇങ്ങനെയൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഈ കുഞ്ഞൻ പഴത്തിനെ കുറിച്ച് വളരെ വിശദമായ പഠനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. ഒരുപാട് ഗവേഷണമൊക്കെ നടത്തി, കാരണം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതെങ്ങനെയാണ് അവരിൽ പ്രവർത്തിക്കുന്നത്, അതിനെന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് എന്തെങ്കിലും ഉണ്ടാകുമോ, അതുപോലെ തന്നെ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല എന്നൊക്കെ നമുക്ക് ശാസ്ത്രീയമായിട്ട് തെളിവ് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് പഠനവും ആഴത്തിലുള്ള പഠനവും ഗവേഷണവും ഒക്കെ നടത്തി വരും കാലത്തിൽ ഈ ഒരു കുഞ്ഞൻ ഫ്രൂട്ട് നമ്മുടെ ആരോഗ്യ രംഗത്ത് ഒരു മുത്തായി മാറട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടി ഇന്നത്തെ ഈ വീഡിയോ നമുക്കിവിടെ നിർത്താം. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക.